പക്ഷികളും പരിസ്ഥിതിയും. പക്ഷിലോകത്തെ വൈവിധ്യം നിങ്ങൾ കണ്ടല്ലോ. പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു. അതോടൊപ്പം അവയെക്കൊണ്ട് ഒട്ടേറെ പ്രയോജനങ്ങളും നമുക്കുണ്ട്. എന്തൊക്കെയാണ് പക്ഷികളെ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ? പക്ഷികൾ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വലിയ സംഭാവനകളാണ് നൽകുന്നത്. എന്തൊക്കെയാണ് പക്ഷികൾ നൽകുന്ന സംഭാവനകൾ? ഇപ്പോൾ ഇതിൽ തന്നത് എന്തൊക്കെയാണ് നോക്കൂ. മൂങ്ങയും പരുന്തും പോലുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് തടയുന്നു. വിത്തു വിതരണത്തിന് സഹായിക്കുന്നു. കീടങ്ങളെ നിയന്ത്രിക്കുന്നു. ഇനി ഒരു കുത്തും കൂടി അവിടെ ഉണ്ട് അല്ലേ? അവിടെ നമുക്ക് എന്തെഴുതാം? പരിസരം ശുചീകരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നത്? എന്തൊക്കെയാണ് പക്ഷികളെ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ? പക്ഷികൾ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. അതെങ്ങനെയാണ്? എലികൾ, കീടങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പക്ഷികൾ വലിയ പങ്ക് വഹിക്കുന്നു. കീടങ്ങളെ എല്ലാ പക്ഷികളും മരത്തിൻ്റെ മുകളിൽ നിന്നും ചെടിയുടെ മേലിൽ നിന്നും ഇലകളിൽ നിന്നൊക്കെ കീടങ്ങളെ കൊത്തി തിന്നാറുണ്ട് അല്ലേ? പിന്നെ എലികളെ മൂങ്ങയും പരുന്തും എലികളെ നശിപ്പിക്കുന്നതിൽ, നിയന്ത്രിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നു. പ്ലേഗ്, എലിപ്പനി എന്നിവയ്ക്ക് കാരണമാകുന്ന എലികളെ തിന്നു നശിപ്പിക്കുന്ന മൂങ്ങയും പരുന്തും മനുഷ്യൻ്റെ മിത്രമാണ്. പിന്നെ പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ റാഞ്ചിക്കൊണ്ടുപോകും അല്ലേ? അത് നമുക്കിഷ്ടമല്ല. എന്നാലും പരുന്ത് ഈ ചത്ത പാമ്പുകൾ, എലി എന്നിവയൊക്കെ തിന്ന് പരിസരം ശുചീകരിക്കുന്നതിൽ ഒരു പങ്കാളിയാകുന്നുണ്ട്. ഏറ്റവും പരിസ്ഥിതി ശുചീകരണത്തിൽ പങ്കെടുക്കുന്ന ആളാണ് കാക്ക. ഏറ്റവും കൂടുതലായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് കാക്കയാണ്. കാക്ക നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മാലിന്യങ്ങളെയും കൊത്തി തിന്ന് നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നു. ഇനി പക്ഷി നിരീക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷികളുടെ ശബ്ദം അനുകരിക്കാൻ ആർക്കൊക്കെയാണ് പക്ഷികളുടെ ശബ്ദം അനുകരിക്കാൻ കഴിയുക? കോഴി, കാക്ക, പിന്നെ ഇപ്പോൾ മയിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അല്ലേ? മയിലുകളുടെ ശബ്ദം അനുകരിക്കാൻ സാധിക്കുമോ നോക്കുക. എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വിത്ത് വിതരണത്തിൻ്റെ കാര്യത്തിൽ പക്ഷികൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? അത് നമ്മൾ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ്. വിത്ത് വിതരണത്തിൻ്റെ കാര്യത്തിൽ പക്ഷികൾ ഈ പഴങ്ങൾ, പേരയ്ക്ക, അതുപോലെ മുളക്, ഇനി എന്തായിക്കോട്ടെ, മാങ്ങ, ഇങ്ങനെയൊക്കെ കൊത്തിക്കൊണ്ട് ദൂരേക്ക് പറന്നു പോകും അല്ലേ? അവ അതിൻ്റെ ഉള്ള മാംസളമായ ഭാഗമൊക്കെ തിന്നിട്ട് ആ വിത്ത് അവിടെ ഉപേക്ഷിക്കും. അപ്പോൾ വിത്തുകൾ അങ്ങനെ മണ്ണിൻ്റെ അടിയിലായി മഴ പെയ്യുമ്പോൾ തന്നെ മുളച്ചുണ്ടായതാണ് എന്ന് നമ്മൾ പറയലുണ്ട്. അതൊക്കെ അധികവും ഈ പക്ഷികളാണ് അതിനു വേണ്ടി സഹായിക്കുന്നത്. പക്ഷികൾ ചെയ്യുന്ന ഈ സേവനം പ്രകൃതിക്ക് എങ്ങനെയാണ് ഗുണകരമാകുന്നത്? പല സ്ഥലങ്ങളിലും മാവും പ്ലാവും അതുപോലുള്ള വലിയ മരങ്ങൾ, ആല്, ഇതൊക്കെ നമ്മൾ കുഴിച്ചിടാതെ തന്നെ റോഡ് സൈഡിലും പൊതുസ്ഥലങ്ങളിലൊക്കെ വളർന്നു വലുതാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നുള്ള ഫലങ്ങൾ നമുക്കും തണൽ നമുക്ക് കിട്ടും അല്ലേ? അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ വലിയ മരങ്ങളെ കൊണ്ട് ഉപയോഗം തന്നെയുള്ളൂ. പ്രകൃതിക്കും ഇഷ്ടംപോലെ ഓക്സിജൻ തരുന്ന ആല് അല്ലേ? ഇഷ്ടംപോലെ ഓക്സിജൻ തരുന്നതാണ്. ഈ എല്ലാ സസ്യങ്ങളും ഓക്സിജൻ തരുന്നുണ്ട് നമുക്ക്. എല്ലാ സസ്യങ്ങളും ഭൂമിക്ക് തണൽ തരുന്നുണ്ട്. എല്ലാ സസ്യങ്ങളും ജീവജാലങ്ങൾക്ക് പാർപ്പിടവും ഭക്ഷണവും നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രകൃതിക്ക് വളരെയധികം ഉപയോഗം തന്നെയാണ്. പക്ഷിച്ചൊല്ലുകൾ ഏതൊക്കെ നിങ്ങൾക്കറിയാം? പക്ഷിച്ചൊല്ലുകൾ, കാക്കയെക്കുറിച്ച് ഒരുപാട് ചൊല്ലുകളുണ്ട് അല്ലേ? നമ്മുടെ നിത്യസന്ദർശകനാണ് കാക്ക. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? നമ്മൾ ചെയ്തിട്ടും ഫലമില്ലാത്ത ഓരോ കാര്യങ്ങളാവുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കാക്ക ദിവസം എത്ര നേരം വേണമെങ്കിൽ കുളിച്ചാലും
കൊക്കിനെ പോലെ വെളുക്കില്ല. പിന്നെ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് അല്ലേ? കാക്ക കുഞ്ഞിനെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. കാക്ക സുന്ദരിയല്ല, കാക്കയുടെ ശബ്ദം മനോഹരമല്ല. എന്നിരുന്നാലും ഓരോ ജീവിക്കും അതിൻ്റെ കുഞ്ഞ് വളരെയധികം വിലപ്പെട്ടതാണ്. പിന്നെ അരി എറിഞ്ഞാൽ 1000 കാക്ക. പിന്നെ ആലുങ്കായ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. കാക്കയ്ക്ക് നല്ല ഇഷ്ടമാണ് ആലിൻ്റെ കായ. പക്ഷേ അപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണുണ്ടായതുകൊണ്ട് അത് തിന്നാൻ കഴിയുന്നില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ഇങ്ങനെയൊക്കെ ഉള്ള പക്ഷിച്ചൊല്ലുകൾ ഉണ്ട്. പേജ് നമ്പർ 44 നോക്കൂ. പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു. കുറവ് വരികയാണ്. ഓരോ വർഷം കഴിയുന്തോറും പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരികയാണ്. എന്തെല്ലാമായിരിക്കാം ഇതിനു കാരണം? പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികളാണ് കുറഞ്ഞു വരുന്നത്. അതിൻ്റെ കാരണങ്ങളായിട്ട് എന്താ പറയുന്നത്? ഒന്ന് തന്നിട്ടുണ്ട്, വർദ്ധിച്ച കീടനാശിനി പ്രയോഗം. എല്ലാവരും നമ്മുടെ കൃഷിയിലും പാടത്തും എല്ലാം കീടനാശിനി പ്രയോഗിക്കുകയാണ്. അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ ചില പക്ഷികൾക്കും ചില ജീവികൾക്കും ഒന്നും കഴിയുന്നില്ല. പിന്നെ കൃഷി കുറഞ്ഞത്, അതായത് അവയ്ക്ക് ഭക്ഷണം കിട്ടാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയൽ ഇതിനൊരു കാരണമാണ്. പിന്നെ അവയുടെ വാസസ്ഥലങ്ങൾ ഇല്ലാതാകുന്നു. അതെന്തുകൊണ്ടാണ്? മരങ്ങൾ, വലിയ വലിയ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നത് കൊണ്ട്, പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വലുതാകാത്ത മരങ്ങൾ ആയതുകൊണ്ടും നമ്മുടെ പക്ഷികളുടെ വാസസ്ഥലം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വനനശീകരണം. കാട്ടിൽ സ്വൈരമായിട്ട് താമസിക്കുന്ന ജീവികളാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ. അപ്പോൾ ഈ വനനശീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ അവയുടെ മുട്ടകളും കുഞ്ഞുങ്ങളും എല്ലാം നശിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വനങ്ങളിൽ വരുന്ന കാട്ടുതീയും ഇതിൻ്റെയൊക്കെ കുറവിന് കാരണമാകുന്നുണ്ട്. പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അങ്ങാടിക്കുരുവികൾ. ഏതാണ് അങ്ങാടിക്കുരുവികൾ എന്ന് നമുക്കറിയാം. പേര് പോലെ തന്നെ അങ്ങാടികളിലാണിത് കാണുന്നത്. അങ്ങാടിയിൽ മരങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ വലിയ മരങ്ങളുണ്ടെങ്കിൽ ആ അങ്ങാടികളിലാണ് ഇവയെ കാണുന്നത്. ആ മരത്തിൻ്റെ മുകളിലേക്ക് കൂട്ടത്തോടെ അവ ചേക്കേറുന്നത് വൈകുന്നേരങ്ങളിൽ സ്ഥിരം കാഴ്ചയാണ്. ആ അങ്ങാടിക്കുരുവികൾക്ക് വനം വകുപ്പ് കൂടൊരുക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങാടിയിലൊന്നും മരങ്ങളില്ല. അപ്പോൾ അവയ്ക്ക് വേണ്ടി വനം വകുപ്പ് ഒരു കൂടുണ്ടാക്കുന്നു. പാലക്കാട് വനം വകുപ്പ് വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി കുരുവിക്കൊരു കൂട് പദ്ധതി ആരംഭിച്ചു. കുരുവിക്കൊരു കൂട് എന്ന പദ്ധതി ഈ അങ്ങാടിക്കുരുവികൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങാടിക്കുരുവികളെ എവിടെയെല്ലാമാണ് കാണാൻ കഴിയുന്നത്? അങ്ങാടികളിൽ അങ്ങനെ കാണുകയല്ല ചെയ്യുന്നത്. അവിടെയുള്ള വലിയ മരങ്ങളിലും അവിടെയുള്ള ഓടിട്ട കെട്ടിടങ്ങളിലും എല്ലാമാണ് ഇവയെ കാണുന്നത്. അപ്പോൾ മരങ്ങളൊക്കെ കുറവായതുകൊണ്ടും അങ്ങാടികൾ തന്നെ കുറവായതുകൊണ്ടും ചന്ത അതേപോലുള്ള അങ്ങാടികൾ ഇപ്പോൾ കുറവല്ലേ? ഇപ്പം എല്ലാം സൂപ്പർ മാർക്കറ്റുകളല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടും ഈ അങ്ങാടിക്കുരുവികൾ ഭക്ഷണം കിട്ടാതെ കുറഞ്ഞു കൊണ്ടുവരിക. മനസ്സിലായോ? വേണ്ടത്ര സംരക്ഷണമോ ശ്രദ്ധയോ ഇവയ്ക്ക് ആരും നൽകാറില്ല. ഈ പക്ഷികളെയൊക്കെ നമ്മൾ നിരീക്ഷിക്കുക, കുറിപ്പെഴുതുക ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്ന ഒരു ഹോബിയാണ് തൂവൽ ശേഖരിക്കൽ. നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെ കാണുന്ന തൂവലുകൾ ശേഖരിക്കുക, അത് ഏത് പക്ഷിയുടെയാണെന്ന് തിരിച്ചറിയുക, എന്നിട്ട് അതിനെ ഒരു ആൽബമാക്കി മാറ്റുക. ഇപ്പം നമ്മൾ ലീഫ് ആൽബം ഉണ്ടാക്കിയില്ലേ? ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ഒരു ഫെദർ ആൽബം ഉണ്ടാക്കുക. വൈവിധ്യമുള്ള തൂവലുകൾ ശേഖരിക്കൂ, അത് ആൽബം നിർമ്മിക്കൂ.
ഇനി നാം വളർത്തുന്ന പക്ഷികൾ ഇതാരൊക്കെയാണ് നോക്കൂ. താറാവ്, കോഴി, ലവ് ബേർഡ്സ്, അലങ്കാരക്കോഴി, ടർക്കി, പ്രാവ്, ഗൂസ്, ഗിനി, ഇതൊക്കെയാണ് ചിത്രത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ വളർത്താറുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഇവയെ വളർത്തുന്നത്? അലങ്കാരത്തിന് തന്നിട്ടുണ്ട് അല്ലേ? അലങ്കാരക്കോഴി. മുട്ടയ്ക്ക് വേണ്ടിയും മാംസത്തിനും വേണ്ടിയും വളർത്തുന്ന ജീവികളുണ്ട് അല്ലേ? കോഴി, താറാവ് ഒക്കെ അതിൽ പെടും. പിന്നെ വരുമാനത്തിന് വേണ്ടി ഇതേപോലെയുള്ള പക്ഷികളെയൊക്കെ വളർത്തി അവയെ വിറ്റാൽ പൈസ കിട്ടും. അങ്ങനെ വരുമാനത്തിന് വേണ്ടിയിട്ട്, വിനോദത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മാനസികമായ സന്തോഷമാണ് അതിനു വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ പക്ഷികളെ വളർത്തുന്നത്. നമ്മുടെ ഭൂമിയെ ഇത്രയധികം മനോഹരമാക്കുന്ന ഈ പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ? പക്ഷിലോകത്തെ വൈവിധ്യങ്ങളിൽ ചിലത് മാത്രമാണ് നാം പരിചയപ്പെട്ടത്. ഇനിയും കൂടുതൽ നമുക്ക് നിങ്ങളുടെ വലിയ ക്ലാസ്സുകളിൽ പഠിക്കാം. ഇനി വിലയിരുത്താം എന്നുള്ളത് നോക്കൂ. താഴെ പറയുന്നവയിൽ കൂടുതൽ ശരിയായ പ്രസ്താവന ഏത്? ഒരു പക്ഷിയുടെ വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിക്കപ്പെട്ടു കാണുന്നു എങ്കിൽ ആ പക്ഷി 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കൂടുതൽ ശരിയായതാണ് നിങ്ങൾ പറയേണ്ടത്. ഉയരത്തിൽ പറന്ന് സഞ്ചരിക്കാൻ കഴിയുന്നതായിരിക്കും, വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നതായിരിക്കും, ഇരയെ റാഞ്ചിയെടുക്കുന്നതായിരിക്കും, പിന്നെ പറക്കുവാൻ കഴിയാത്ത പക്ഷിയായിരിക്കും. നമുക്ക് ഏതാണ് ഉത്തരം എന്നാണ് തോന്നുന്നത്? ഓപ്ഷൻ ബി, വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്, എന്തുകൊണ്ട്? ഏതൊക്കെയാണ് 4 ഓപ്ഷൻ? പൊന്മാൻ, കൊക്ക്, നീർക്കാക്ക, കുരുവി. ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഇതിനെ കൂട്ടത്തിൽ പെടാത്തതാക്കിയിരിക്കുന്നത്? അതും പറയണം. അപ്പോൾ ഡി ആണ് നമ്മൾ കൂട്ടത്തിൽ പെടാത്തതായി കണ്ടെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള 3 പക്ഷികളും ഇര പിടിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിൽ നിന്നാണ് ഈ 3ഉം ഇര പിടിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ നമ്മൾ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യും.